സ്ഥിരീകരിച്ച ആളുകളെ എല്ലാ മൃതശരീരങ്ങളും ശ്രീനഗറിലേക്ക് എത്തിയിരിക്കുന്നു. ഇവരുടെ മൃതശരീരങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കയറ്റി അയക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ്. അതിൻ്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വൈകാതെ തന്നെ ഡൽഹി വഴിയും മുംബൈ വഴിയും ഈ മൃതശരീരങ്ങളെല്ലാം തന്നെ നാട്ടിലേക്ക് എത്തിക്കും. അവരുടെ കുടുംബാംഗങ്ങളെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് ആഭ്യന്തരമന്ത്രിയുടെ തത്സമയ ദൃശ്യങ്ങളാണ്. അദ്ദേഹം ഈ മൃതദേഹങ്ങൾ അടങ്ങിയ പെട്ടികൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പഹൽഗാമിൽ നിന്ന് കാണുന്നത്. ഇന്നലെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലേക്ക് പുറപ്പെട്ടിരുന്നു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീനഗറിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൊല്ലപ്പെട്ട മനുഷ്യർക്ക് അന്തിമോപചാരം അർപ്പിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരാണ് അവിടെ കൊല്ലപ്പെട്ടത്. അതിൽ തന്നെ കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ അവിടെ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മൃതദേഹം നെടുമ്പാശ്ശേരി വഴി ഇന്ന് വൈകുന്നേരത്തോടെ കൊച്ചിയിൽ എത്തിക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ കൊല്ലപ്പെട്ട വിവിധ ആളുകളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ അത് അടക്കം ചെയ്ത പെട്ടികളാണ് അവിടെ കാണുന്നത്. അവിടെ ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ശ്രീനഗറിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സുരക്ഷയ്ക്കായുള്ള മന്ത്രിസഭാ ഉപസമിതി ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി രാജ്യത്ത് രാവിലെ മടങ്ങിയെത്തിയിട്ടുണ്ട്. ഒപ്പം ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അജിത് ഡോവൽ അടക്കമുള്ള ആളുകളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എന്താണ് തുടർ നടപടി എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്.